ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ മറുപടി പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാമതും യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമതും, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസ് മറുപടി പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും യേശു അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാമതും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പ്രായമാകുമ്പോൾ മറ്റൊരാൾ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് എപ്രകാരമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അവൻ പറഞ്ഞതാണ്. ഇതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്കൊക്കെ മുൻപ്, ഈ ആശ്രമം ധ്യാന കേന്ദ്രം ഇവിടെ വരുന്നതിന് മുൻപ് തൃശ്ശൂരിലെ പൂത്തോള് കാൽവരി ആശ്രമത്തോട് ചേർന്ന് ധ്യാനം നടന്നിരുന്ന സാഹചര്യമൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കുട്ടികൾക്കുള്ള ധ്യാനം അവിടെ കൂടുന്നതിന് വേണ്ടി ചെന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 2018 ജൂലൈ മാസം 15-ാം തീയതി, അതായത് നാളുകൾ കഴിഞ്ഞു, ഈ ധ്യാന കേന്ദ്രം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷമൊക്കെ അന്നത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഭിന്നിച്ചനാണ് ഇതുപോലെ സ്വാഗതം അരുളിയത്. ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഞാൻ ഇന്ന് ഈ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, പണ്ട് ഈ ആശ്രമത്തോട് ചേർന്നുള്ള ധ്യാന കേന്ദ്രം അന്ന് തൃശ്ശൂരിലായിരുന്നെങ്കിലും നാളുകൾ കഴിഞ്ഞ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ സമയത്ത് അന്ന് ഇതുപോലെയൊക്കെ ധ്യാനം കൂടി കൂട്ടത്തിലിരുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ഇന്ന് ഈ ബലിവേദിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കർത്താവ് കരം പിടിച്ച് ഉയർത്തി ഇവിടം വരെ എത്തിച്ചു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ,
നാളെ സഭയിൽ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ്. ലത്തീൻ ആരാധനക്രമം അനുസരിച്ച് കടമുള്ള ദിവസങ്ങളിൽ പെടുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നമ്മുടെയൊക്കെ ഒരു പാരമ്പര്യത്തിൽ ആദ്യ നാളുകളുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഒരു ചിന്ത ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപ് ഈ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളായിരുന്നു. ഇപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയ നാളുകളിൽ പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ഒക്കെ വലിയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് അന്ന് ആ വർഷം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് ഒരു പ്രേരണയുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്. അന്ന് കുർബാന അർപ്പിക്കാനായിട്ട് ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ് എൻ്റെ ഓർമ്മയുള്ളത്. ഞാൻ കുറേ സമയം കുർബാനയ്ക്ക് മുമ്പേ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു. അന്ന് തിരുനാൾ ദിവസത്തെ കുർബാന ഞാൻ അർപ്പിക്കുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഞാൻ കുർബാന അർപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് അപ്പോൾ എനിക്കറിയാം കുറേ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയുടെ സന്നിധിയിൽ വരുന്ന സമയത്തൊക്കെ ഈശോ ചില കാര്യങ്ങളെല്ലാം പ്രേരണകൾ വഴിയൊക്കെ പറഞ്ഞു തരും നമുക്ക്. അങ്ങനെ കുർബാന അർപ്പിക്കാനായിട്ട് ഞാൻ അൾത്താരയിൽ വന്ന് ഞാൻ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കുർബാന അർപ്പിച്ചത് ആരാ? ആദ്യത്തെ കുർബാന അർപ്പിച്ചത് ഈശോ. ആ പരിശുദ്ധ കുർബാന അർപ്പിച്ചത് എവിടെയാണ്? പെസഹായ്ക്ക് ഈശോ സെഹ്യോൻ മാളികയിൽ ശിഷ്യന്മാരെ ചേർത്തിരുത്തി ഇതുപോലൊരു മേശയ്ക്ക് ചുറ്റിരുത്തി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, സ്ഥാപിക്കുന്നു. അത് പൂർത്തിയാകുന്നത് എവിടെയാണ്? കാൽവരി മലമുകളിൽ. ഈശോ അതിനുശേഷം നമുക്കറിയാം മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുന്നു. ശിഷ്യന്മാരെല്ലാം പിന്നീട് നമുക്ക് മരിയ വാൾത്തോർത്തയുടെ പുസ്തകം വായിച്ചവർക്കറിയാം, പരിശുദ്ധ അമ്മയാണ് ചിതറിപ്പോയ ശിശു സമൂഹത്തെ മുഴുവനൊക്കെ ചേർത്ത് ഓരോരുത്തരും ചെന്ന് വിളിച്ചു കൊണ്ടുവരുന്നത്. പത്രോസിൻ്റെ അടുത്ത് വരുമ്പോൾ പത്രോസൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു പ്രാധാന്യം ഈ 12 പേരിൽ ഒരുവനായിട്ട് പത്രോസിന് കൊടുത്തിട്ടും പത്രോസ് ഞാൻ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞതോർത്ത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. അവരെ ചേർത്ത് വയ്ക്കുന്നു. യൂദാസിൻ്റെ അടുക്കൽ ചെല്ലും. പക്ഷേ യൂദാസ് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവൻ സങ്കടപ്പെട്ട് നിരാശയിൽ പോയിട്ട് പിന്നീടാൻ പോകുന്നത്. അങ്ങനെ ശിഷ്യന്മാരങ്ങനെ ചേർന്നിരുന്നു. ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ലേ, ഞാൻ ആദ്യമായിട്ടാണെന്ന് കേൾക്കുന്നത്. ഈശോയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന ആദ്യം അർപ്പിച്ചത് ആരായിരുന്നു? ശ്രദ്ധിച്ച് ഉത്തരം പറയണേ. ആദ്യം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. കാൽവരി മലമുകളിൽ അത് പൂർത്തിയാകുന്നു. പിന്നെ ഒരുമിച്ച് പിന്നെ എനിക്ക് തോന്നുന്ന ദുഃഖ ശനിയാഴ്ചയോ ഈസ്റ്ററിനൊക്കെ അവരൊരുമിച്ച് കൂടിയിട്ട് അപ്പം മുറിക്കലോ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കലുണ്ടായിട്ടുണ്ടാകുമോ അറിയില്ല. ഇനി അന്ന് അടുത്ത ദിവസങ്ങളിലോ അന്നോ കുർബാന അവരൊന്ന് ചേർന്ന് അർപ്പിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്നും ആദ്യമായിട്ട് ഈ അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് ഈശോ പഠിപ്പിച്ചു കൊടുത്തത്, ആദ്യമായിട്ട് പരികർമ്മം ചെയ്തത് ആരായിരിക്കും? ഞാൻ ആ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയം ഞാൻ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനത് കാരണം ഈ ചന്തൊരിക്കലും വിട്ടുപോയിട്ട്, ഞാൻ 10-11 വർഷം സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പാഠ്യപുസ്തകങ്ങളിലോ പാഠ്യേതര വിഷയങ്ങൾ പഠിക്കുന്ന സമയത്തോ വായിക്കുന്ന സമയത്തൊന്നും എൻ്റെ ശ്രദ്ധയിൽ ഈ ചിന്ത വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യമേ വന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഇനി ഇത് ആരായിരിക്കും അടുത്തത് അർപ്പിച്ചിട്ടുണ്ടാവുക. ഞാനന്ന് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ശരിക്ക് ആ സമയം എനിക്ക് കറക്റ്റ് എനിക്കറിയാം, ഞാനിങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരവസ്ഥയിലാണ്.
അതുവരെ ഞാൻ കുർബാന അർപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പത്രോസ് ലീഹായുടെ അടുത്ത് ഒരു മാധ്യസ്ഥം ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല കുർബാന അർപ്പിക്കാൻ പത്രോസ് ലീഹ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന നന്നായിട്ട് അർപ്പിക്കാനായിട്ട് ഈശോയുടെ കയ്യിലെടുക്കാൻ പോവാണ്, നമ്മൾ വളരെ നിസ്സാരരാണ്, പാപികളാണ്, നമ്മളൊക്കെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പത്രോസ് ലീഹ അതെല്ലാം ഉണ്ടായിട്ടും ഓടിപ്പോയിട്ടും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവനാണ് വന്ന് നിന്നിട്ട് ആദ്യമായിട്ട് ഇനി വേണ്ടി പരിശുദ്ധ കുർബാന എടുത്ത്. കാരണം 12 പേരിൽ പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് എന്ന് ഈശോ തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു പത്രോസ് ലീഹ ആയിരിക്കും പിന്നീട് ആ ശിഷ്യ സമൂഹത്തിന് മുൻപാകെ വന്ന് ആദ്യത്തെ പരിശുദ്ധ കുർബാന ഈശോ പഠിപ്പിച്ചു കൊടുത്ത പോലെ അർപ്പിക്കുന്നത്. അങ്ങനെ ഇത് അർപ്പിക്കുന്ന സമയം ആ പത്രോസിന്റെ ഒരു മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവനറിയാം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറയാനായിട്ട് അവൻ ഒരുങ്ങുന്ന സമയം നിങ്ങൾ ആലോചിച്ച് നോക്കി. പൊട്ടിക്കരഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ പത്രോസ് ലീഹ ആ കുർബാന അർപ്പിച്ചിട്ടുണ്ടാവുക. കാരണം ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. പാനപാത്രമെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് ഈശോ പറഞ്ഞതുപോലെ പറയാനായിട്ട് പത്രോസ് ലീഹ ഒക്കെ ഒരുങ്ങുമ്പോൾ ഒരു പക്ഷേ ആ കാസയിലും അവൻ്റെ കണ്ണുനീര് കലർന്നിട്ടുണ്ടായിരിക്കണം. കാരണം ആദ്യമായിട്ട് ആ പരിശുദ്ധ കുർബാന അർപ്പിച്ചത് പത്രോസ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ടവരിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ എന്ത് പങ്കുവയ്ക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ അധികം സ്ഥലങ്ങളിൽ ഞാൻ ഈ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറയാറില്ല. മറന്നുപോയിട്ടല്ല, നമുക്ക് പറയാനായിട്ട് തോന്നാറില്ല. പക്ഷേ ഇന്ന് അത് പറയാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടൊരു തോന്നൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസ് ലീഹായുടെയും പൗലോസ് ലീഹായുടെയും ഒക്കെ ജീവിതം നമുക്കറിയാം. പിന്നീട് യേശു വരുന്ന സമയത്ത് തിബേരിയസ് കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് മീൻ പിടിക്കാൻ പോകുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് മീൻ, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരുടെ വീടും പറയും, നിങ്ങൾ വലത്തോട്ട് മാറി വല വീശാൻ പറഞ്ഞാൽ പോകുന്നു, മീൻ പിടിക്കുന്നു. മീനിൻ്റെ കിട്ടുന്ന അത് സമൃദ്ധി കാണുന്ന സമയം താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഈ വഞ്ചിയിലുണ്ടായിരുന്നപ്പോൾ പറയുന്നുണ്ട്, നമ്മളോട് പറഞ്ഞില്ലേ ആ തീരത്ത് നിന്ന്, തിബേരിയസ് തീരത്ത് നിന്ന് പറഞ്ഞില്ലേ പോയിട്ട് ഇങ്ങനെ വല വീശാനായിട്ട് ആ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അത് നമ്മുടെ കർത്താവാണ്. പിന്നീട് വസ്ത്രം പോലും വലിച്ചെറിഞ്ഞ് പത്രോസ് ലീഹ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം പറയുന്നത് എങ്ങനെയാണ്? കാരണം ഇവരൊക്കെ ധരിക്കുന്ന വസ്ത്രം നല്ല കട്ടിയുള്ളതാണ്. ഈ കട്ടിയുള്ള വസ്ത്രമിട്ട് വെള്ളത്തിലിട്ട് നീന്തി ഇറങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാരം കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഗതയിൽ നീന്തി അടുത്തെത്താനായിട്ട് പറ്റും. പത്രോസ് ഈ വസ്ത്രമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവൻ വരികയാണ് ഈശോയുടെ അടുത്തേക്ക്. അങ്ങനെ അവൻ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ശിഷ്യന്മാർ വരുമ്പോൾ ബാക്കിയുള്ള മീനും കൊടുക്കും. അങ്ങനെ ഈശോ അവർക്ക് പ്രാതലൊരുക്കിയിട്ട് അങ്ങനെ കാത്തിരിക്കുന്നവർ കാണുന്നുണ്ട്. ഈശോ കൊടുക്കുന്നുണ്ട് അവർക്ക്. ഏറ്റവും ഒടുവിൽ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ പത്രോസ്, ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തിരിക്കുമ്പോൾ ഈ പത്രോസ് സന്തോഷമുണ്ട്, പക്ഷെ അവന് സങ്കടമുണ്ട്. അവനെ നോക്കിയിട്ടാണ് ഈശോ പിന്നീട് ചോദിക്കുന്നത്. വേറെ ആരോടും ഈശോ ഒരു വാക്ക് പോലും സംസാരിക്കുന്നത് അവിടെ കാണുന്നില്ല. 21-ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഈശോ സംസാരിക്കുന്നത് ഈ പത്രോസിൻ്റെ അടുത്താണ്. 15 മുതൽ തിരുവചനങ്ങളിൽ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമതും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? മൂന്നാമതും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ ഈ തിബേരിയസിൻ്റെ തീരത്ത് നിരുന്ന് അപ്പം അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുത്തതുപോലെ ഈ ബലിപീഠത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷിക്കാനായിട്ടുള്ള പ്രാതൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ പ്രാതൽ തന്നതിന് ശേഷം ഈശോ പത്രോസിനോട് ചോദിച്ചതുപോലെ, അവനെ മാറ്റി നിർത്തി അവനോട് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരോടും പറയാണ്, എന്ത്? നീ എന്നെ സ്നേഹിക്കുന്നുവോ?
നമുക്കെന്താണ് മറുപടി കൊടുക്കാനായിട്ടുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ വലിയ ഒരു അഭിഷേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ അപ്പോസ്തല പ്രവർത്തനം വായിക്കുമ്പോൾ ശിഷ്യന്മാർ ഈ പത്രോസ് പോകുമ്പോൾ, പിന്നീട് പൗലോസ് പോകുമ്പോൾ അവരോടൊക്കെ വസ്ത്രത്തിൽ തൊടാനായിട്ട് ആഗ്രഹിച്ച് പറ്റാതെ അവരെ നിഴലെങ്കിലും പതിച്ചാലും മതി എന്ന് ആഗ്രഹിച്ചിട്ട് വഴിയോരങ്ങളിലെ വസ്ത്രങ്ങൾ വിരിച്ചിട്ട് രോഗികളെ കൊണ്ടൊന്ന് കിടത്തിയിരുന്നു. കാരണം തൊടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ വേഗത്തിൽ കടന്നു പോകുന്ന സമയത്ത് നിഴലെങ്കിലും ഒന്ന് തൊട്ടിട്ട് സൗഖ്യം പ്രാപിക്കും. നമുക്കറിയാം ഒരു വ്യക്തിയുടെ നിഴലെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? എൻ്റെ ഒരു നിഴൽ ഇവിടെ പതിയാണ്. ആ നിഴലാണോ ഞാൻ? അല്ല. ഞാനെന്ന് പറയുന്നത് വേറെ വ്യക്തിയാണ്. പക്ഷെ എൻ്റെ നിഴലെന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ സാമ്യമൊക്കെ ഉണ്ട്. പക്ഷേ ആ നിഴലിനെ കയറിയിട്ട് നമ്മളെന്തെങ്കിലും കുറച്ച് വെള്ളം നിഴലിൽ കുടിക്കാൻ കൊടുത്താൽ വെള്ളം കുടിക്കുമോ? നിഴലിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിഴലിനൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഈ നടന്നു പോകുന്ന സമയത്ത് ഇവരുടെ നിഴലെങ്കിലും സ്പർശിച്ചിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിച്ചിരുന്നു, പിശാചുകൾ വിട്ടുപോയിരുന്നു. കാരണം എന്താ? ഇവരിൽ ഇത്രയും ഈശോയുടെ സ്നേഹം നിറഞ്ഞിട്ട് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിയിരുന്നത്. അതുകൊണ്ട് ആ നിഴലിൽ പോലും എന്തുണ്ടായിരുന്നു? ഈശോയോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഇത്തിരി പോകുന്നൊരു ജീവിതമാണ്, വളരെ നിസ്സാരമായിട്ടുള്ള ജീവിതം. പക്ഷേ ഈ ഇത്തിരി പോകുന്ന ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും ഈശോ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഓരോ പ്രഭാതത്തിലും നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് ഈശോ ഒരുക്കുന്ന ഈ പ്രാതൽ ഭക്ഷിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും മടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഈശോയ്ക്ക് ഇന്നും ചോദിക്കാനായിട്ടുള്ളത്, ഓരോ ദിനവും ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈശോ 3 വർഷം കുറേ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഈശോ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് അവസാനം ഈശോ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ഉത്ഥാനം ചെയ്ത ഈശോ വന്നിട്ട് ആദ്യം കാണുന്നുണ്ട് അവർ വാതിലടച്ചിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈശോ എന്നോട് സമാധാനം എന്നൊക്കെ പറയും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അവരുടെ മേൽ വിശ്വസിക്കും. രണ്ടാമത് തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മൂന്നാമത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് തിബേരിയസിൻ്റെ കടൽത്തീരം. പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗവും ഇല്ല. പക്ഷേ യേശു അവിടെ വന്നിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് 3 വർഷം പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ റിവിഷൻ എടുത്ത് പഠിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ട്യൂഷൻ കൊടുക്കുന്നത് പോലെ 3 വർഷത്തെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓർമ്മിപ്പിച്ചാൽ, നിങ്ങളിങ്ങനെ ചെയ്തോളാട്ടാ, അത് ചെയ്തോളാട്ടാ, രോഗികളെ സുഖപ്പെടുത്തണം, നിങ്ങൾ പോയിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലേ ഓരോ കൊച്ചു കാര്യങ്ങളും ഈശോ അതൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല. മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം അനുസരിച്ച്, മത്തായി ശ്ലീഹയുടെ സുവിശേഷം അനുസരിച്ച് അവിടെ പറയുന്നത്, അവരുടെ അടുത്തെല്ലാം മർക്കോസും മത്തായി ശ്ലീഹയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകം മുഴുവനും പോയി വചനം പ്രഘോഷിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ ഒറ്റ കാര്യം മാത്രം ഈശോ ആവർത്തിച്ച് പറയും ചോദിക്കുകയും ചെയ്യണുള്ളൂ: എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. നമ്മുടെ ഇത്തിരി പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ചേർത്ത് വെച്ചിട്ട്, ഈ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിൽ കടന്നു പോകുന്നവരുണ്ട്. ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇന്ന് ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. രോഗപീഠയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നു പോകുന്നുണ്ടാകാം. ഇതിനെല്ലാം നടുവിൽ നിന്ന് ഈശോ നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: ഈ രോഗാവസ്ഥയിൽ, ഈ ഞെരുക്കത്തിൽ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, ഈ ജോലി തടസ്സത്തിന് നടുവിൽ നിന്ന് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ജീവിതം കൊണ്ട് ഉത്തരം പറയാനായിട്ട് പറ്റണം. സുവിശേഷത്തിൽ അങ്ങനെയല്ലേ പറയുന്നത്? ഈ പത്രോസ് ശ്ലീഹ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഈശോ പറയണത് എന്താ? നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കുകയും നീ ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പ്രായമാകൾ നീ കൈ നീട്ടുകയും മറ്റൊരാൾ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് എപ്രകാരമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ഒരു വാക്കും കൂടി ഉള്ളിലുണ്ട്: എപ്രകാരമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ സ്നേഹിക്കും എന്ന് കാണിക്കാനായിട്ട് ഈശോ പറഞ്ഞതാണ്.
അതായത് അവൻ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാ? സ്നേഹിച്ചുകൊണ്ടല്ലേ. ഈശോയുടെ സ്നേഹം കൊണ്ടാണല്ലോ അവർ രക്തസാക്ഷിയായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തിരി പോകുന്ന ജീവിതം കൊണ്ട് ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം. സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോഴൊക്കെ മാറിപ്പോകേണ്ടത് മാറിപ്പോകാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. ഇനിയൊരു പക്ഷെ അത് മാറിപ്പോകാനായിട്ട് ഒരു കാലഘട്ടം ഈശോ തന്നിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ കാലഘട്ടത്തിൽ ആ സഹനങ്ങളെ പ്രതി നന്ദി പറഞ്ഞ് ഈശോയെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ആ സഹനത്തിലൂടെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാനാണ്, ജീവിതത്തിലുടനീളം ഈശോ ഇതുപോലെ സ്നേഹിച്ച് മഹത്വപ്പെടുത്താനായിട്ട് പറ്റണം. എനിക്കിന്ന് ഓർമ്മയുണ്ട്, 2016 ജൂലൈ മാസത്തിൽ ഞാനിവിടെ ആദ്യത്തെ ശുശ്രൂഷയ്ക്ക് അൾത്താരയിൽ കയറി നിൽക്കുന്ന സമയം, എന്നെ അറിയുന്നവരായ പലരും ഈ കൂട്ടത്തിലുണ്ട്, ഞാൻ മനസ്സിലാക്കുകയാണ്. അന്ന് ഞാൻ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കാണാനായിട്ട് പറ്റുന്നില്ല. ഞാനതിൻ്റെ കാരണവും അന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? അന്ന് കാണാനായിട്ട് 2 കണ്ണുകൾക്ക് എനിക്ക് കാഴ്ച ഇല്ലായിരുന്നു. ഒരു വർഷം കൂടെ കഴിഞ്ഞ് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തി ഞാൻ വീണ്ടും ഒരു ശുശ്രൂഷയ്ക്ക് എത്തിച്ചേർന്നപ്പോൾ ഞാൻ ഇതേ കാര്യം ഒന്നും ആവർത്തിച്ചത്. അന്ന് ഞാനൊന്നും കണ്ടിട്ടില്ല, കർത്താവിൻ്റെ കരുണയിൽ കാണാനായിട്ട് ഇന്ന് പറ്റുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, 2012 മെയ് മാസം 30 മുതൽ അന്ന് ആദ്യമായിട്ട് എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുന്നത്. 2013 ഡിസംബർ 15-ാം തീയതിയാണ് ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. അങ്ങനെ പട്ടം കിട്ടുന്ന സമയത്തൊക്കെ കാഴ്ചയുടെ വലിയ പരിമിതിയിലൂടെ നടന്നു പോയ ഒരു കാലഘട്ടം. അന്നൊക്കെ ഓരോ കുർബാന കഴിയുമ്പോഴായാലും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ, ഈശോ ഈ ഉപകാര സ്മരണ നടത്തുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് എനിക്കറിയണില്ല, എന്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചൊരു പ്രാർത്ഥനയായി, നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു പ്രാർത്ഥനയാണ്, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കും. കണ്ണിനെ ചികിത്സയുടെ ഒക്കെ പല കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ, കണ്ണിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്, മറ്റു ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തൊന്നും ശരിയാകാത്ത സമയം, ഈ സമയത്ത് മുഴുവനും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ ഒറ്റ പ്രാർത്ഥനയാണ്, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ കണ്ണുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചെയ്യാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി, അല്ലെങ്കിൽ രോഗം ഒന്നും വയ്യാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്നു, തീരെ തളർന്നു പോകുന്നൊരു സാഹചര്യം, അന്നും ഇതേ പ്രാർത്ഥനയാണ് ആവർത്തിച്ചിരുന്നത്, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ. കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയം, അതായത് ഈ കണ്ണിൻ്റെ വെള്ളയിലാണ് സൂചി കുത്തി ഇറക്കുക. അങ്ങനെ 2 കണ്ണുകളിലുമായിട്ട് 35 ഇഞ്ചക്ഷൻസൊക്കെ അന്ന് എടുത്തിട്ടുണ്ട്. ഓരോ ഇഞ്ചക്ഷൻസ് എടുക്കുന്ന സമയത്തും പ്രാർത്ഥിച്ചിരുന്ന ഒറ്റ കാര്യം ഇത് മാത്രമാണ്, എന്ത്? ഈ സൂചി ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറുന്നൊരു സമയമുണ്ട്, ഒരു പ്രത്യേക അവസ്ഥയാണത്. കണ്ണിലൊക്കെ അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, ആർക്കും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അത് പ്രാർത്ഥിക്കുക. ആ സമയത്തും പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ ഉള്ളിലൊറ്റ കാര്യമുള്ളൂ, ആ സമയത്തും സൂചി ഇങ്ങനെ കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് കണ്ണടയ്ക്കാനൊന്നും പറ്റില്ല, കണ്ണിങ്ങനെ തുറന്നൊക്കെ വയ്ക്കണം. കാരണം കണ്ണടച്ച് വെച്ച് അതിനുള്ളിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ല, കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയം. അപ്പം നമുക്ക് കാണാൻ പറ്റുമോ? ഓർമ്മ കടത്താനൊന്നും പറ്റില്ല, കാരണം ഓർമ്മ കടത്തിയാൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. വളരെ സുബോധത്തോടു കൂടെ നിന്ന് നമ്മളിങ്ങനെ കണ്ണ് ശരിക്ക് ഒരു കൃത്യമായിട്ട് ഒരു ചലനം പോലും ഇല്ലാതെ ഇങ്ങനെ എടുത്ത് പിടിച്ച് നിർത്തണം. അപ്പോൾ ഈ സൂചി ഇങ്ങനെ കണ്ണിലേക്ക് കയറാനായിട്ട് വരും. അങ്ങനെ കയറുന്ന സമയത്തും നമുക്ക് കരയില്ല, അങ്ങനെ ഒരു സങ്കടമോ വിഷമമൊന്നും, ഒറ്റ പ്രാർത്ഥനയുള്ളൂ ആ സമയത്തും, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ കണ്ണൊക്കെ വളരെ നേർത്ത ശരീര ഭാഗങ്ങളായ കാരണം പതിയെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ണിലേക്ക് അതിങ്ങനെ കയറ്റുന്നു, മരുന്നൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു, പതിയെ അഞ്ഞിടലൊക്കെ ഇങ്ങനെ ഊരുന്ന ഒരു സമയം. അപ്പോഴും തന്നെ പ്രാർത്ഥിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുമ്പോൾ എനിക്ക് ഈ കണ്ണിന് ഒരു കാഴ്ച കർത്താവ് ഒരു 3 വർഷത്തിന് ശേഷം ഈ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു തന്നു. അപ്പോൾ ഈ കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് വരുമ്പോൾ പിന്നെ ഈ കണ്ണും കൂടെ അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ കണ്ണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വീണ്ടും പഴയതുപോലെ 2 കണ്ണും കാണില്ല. അപ്പം ഞാനിങ്ങനെ മിക്കതും എന്നെ കുർബാന ഞാൻ ഈ കാസക്കിൽ തന്നെയാണ്, ഉടുപ്പിൽ തന്നെയാണ് ഈ ചികിത്സയ്ക്ക് ഒക്കെ പോകാറുള്ളത്. അപ്പം അതെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ വീൽ ചെയറിലൊക്കെ കുന്തി കൊണ്ടുവരും, കാരണം നടക്കാൻ പറ്റില്ല, കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ.
ആളുകളൊക്കെ നമ്മൾ പിടിച്ച് നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് കയറ്റും. വണ്ടിയിലിങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയും ഒരു ടയേർഡായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ ആ ദിവസത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കാറുള്ളത് ഇത് യാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ആകുമ്പോഴാണ്. വൈകുന്നേരം ആ സമയമാകുമ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ ആകെ ചുമന്ന് തൊടുത്ത് കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിന്ന് കാണുമ്പോൾ പോലും പേടിക്കുന്ന രീതിയിലൊരവസ്ഥയായിരിക്കും. ആ കുർബാന അർപ്പിക്കുന്ന സമയം വിഭജന ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ ഈ പരിശുദ്ധ കുർബാന തിരുവോസ്തകിന് അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ടും ഇതേ കാര്യം തന്നെ ഈശോയോട് പറയും. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന സമയമാണെന്നൊക്കെ. എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും പറയാനായിട്ട് പറ്റണം, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. ഒരു വേദന തരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു സങ്കടം, കഷ്ടതകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ, എല്ലാം ഉണ്ടാകും. ഒരു പക്ഷേ അത് ഈശോ കുറച്ച് നാളത്തേക്ക് പരിമിതപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് തരാം. നേരത്തെ സൂചിപ്പിച്ച ധൈര്യം ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഒരിക്കലും വിചാരിച്ചേക്കരുത് എൻ്റെ കുഞ്ഞ് വേദനിക്കണം, സങ്കടപ്പെടണം, കരഞ്ഞില്ലാണ്ടാവണം. അങ്ങനെ വിചാരിച്ചിട്ട് ഈശോ നമുക്ക് ഒരു സാധനം തരില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ വേദന തരുമ്പോൾ എന്ത് ചെയ്യണം? ഇതെൻ്റെ ഈശോയെ സ്നേഹിക്കാനായിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ ഓരോ വേദനകളും കർത്താവിനെ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ആ വേദനയിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, സൗഖ്യം പ്രാപിക്കാനായിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അത് സൗഖ്യം പ്രാപിക്കും. ഇനി അതല്ല, അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള സഹനമാണെങ്കിൽ സഹനത്തോടെ കടന്നു പോകാൻ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ കടന്നു പോകണം. ഒരു പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കർത്താവ് ആ സഹനങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തും. എന്ത്, കുറച്ച് നാളായില്ലേ, ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ കണ്ണുനീര് മാത്രമായിട്ട് കഴിയുന്നു, കുറച്ച് ദിവസത്തേക്ക് വേണേൽ ചിരിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കർത്താവ് ഈ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു തന്നു. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഇന്ന് ഉൾപ്പെടെ എൻ്റെ അടുത്ത് ഇവിടെ സഹോദരൻ ചോദിച്ചു, അച്ഛൻ കണ്ണ് രണ്ടും ശരിയായില്ലോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ. അല്ല അച്ഛൻ കണ്ട കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഇല്ലാത്തപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം. 1000 പ്രാവശ്യം എൻ്റെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ വല്ല കാര്യമുണ്ടോ? എഴുതുന്നത് നല്ല കാര്യമാണ്, കുഴപ്പമുള്ളതൊന്നുമല്ല. പക്ഷെ ജീവിച്ച് കാണിക്കാൻ പറ്റണം. എന്ത്? അവനുണ്ടല്ലോ, അവൻ ഈശോയോട് ഭയങ്കര സ്നേഹം. അവൻ ഈശോയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കൊതിയാവും. അവളുണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ട് ഈശോയെ സ്നേഹിക്കണേ. സഹനം വരും, സങ്കടം ഉണ്ട്, അവരുടെ മുഖത്ത് നോക്കി എന്തൊരു മാലാഖയുടെ പോലെ ഇരിക്കണേ. നമ്മുടെയൊക്കെ സഹനം വരുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാ? ഒരു വേദന വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് പുഞ്ചിരി വരണമെങ്കിൽ എന്തുണ്ടാവണം? ഇതൊക്കെ മാറണം, എന്നാലേ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കണം, മാറാണ്ടത്, മാറിപ്പോകേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അത് മാറും. ചിലപ്പോൾ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് സഹിക്കാനായിട്ടുള്ള പരിമിതപ്പെടുത്തുന്ന സമയം നമ്മൾ അത്രയും സഹിക്കണം. പക്ഷെ അത് ആ സഹനത്തിന് നടുവിലൊക്കെ ഈശോയുടെ മഹത്വം നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റണം. നമുക്ക് തുടർന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, അത് ഈശോ തന്നെ തരണം. റോമർ 5:5 പറയും, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അഭിഷേകം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസിൻ്റെ, പൗലോസ്ലീഹായുടെ ഒക്കെ ആ നിഴലുകളിൽ പോലും തുള്ളുമ്പോൾ നിന്നിരുന്ന ദൈവസ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞേക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിടുതൽ നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം, കഫർനാം, കഫർനാം,
കഫർനാം
വിടുതൽ നൽകും രോഗസൗഖ്യം നൽകും ജീവൻ നൽകും കഫർനാം 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 കഫർനാം. ധ്യാന കേന്ദ്രങ്ങളുടെ പ്രത്യേകത അവിടെ അഭിഷേകം പാകം ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. സീസണിങ് ഓഫ് ഗ്രേസ്, സീസണിങ് ഓഫ് അനോയിന്റിങ്, കൃപ ഇങ്ങനെ പാകം ചെയ്യപ്പെടുന്ന ഈ അടുപ്പ് കല്ലിന്റെ ചൂടും ചൂരും വർദ്ധിച്ചാൽ അനേകര് രക്ഷ പ്രാപിക്കും. നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തെ പൊലിപ്പിക്കുകയല്ല, മനസ്സറിഞ്ഞ് ഈ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഹല്ലേലൂയ. എന്നോട് ശക്തമായ ഒരു പ്രചോദനം കിട്ടുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ടെക്നീഷ്യൻസിനെയും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും മറഞ്ഞിരിക്കുന്ന ശുശ്രൂഷയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ളവരെ ഞാൻ ഈ ബലിപീഠത്തിൽ പ്രത്യേകം ഓർക്കുന്നു. കുമ്പസാരിപ്പിക്കുന്ന വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാന ശുശ്രൂഷകരെ, മറ്റ് വോളണ്ടിയേഴ്സിനെ, എല്ലാ പ്രേക്ഷിതരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. വലതുകരം ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ. ഈ ധ്യാന കേന്ദ്രത്തിൽ ആദ്യം വരുന്നവർ, ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായി ഇന്ന് വന്നിട്ടുള്ളവരെ ഒന്ന് കരം ഉയർത്താവോ? അത്രയും പേർക്ക് വേണ്ടി നമുക്കൊന്ന് വലതുകരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ കിട്ടുന്ന കൃപയുടെ രുചി പോയി പറയണം. അങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ധ്യാന കേന്ദ്രത്തിൽ ആൾ കൂടാനല്ല, ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേക ഒരു ദൈവമേഖലയുണ്ട്. അങ്ങനെയാണുള്ള വേളാങ്കണ്ണിലൊക്കെ ഒരു ദൈവമേഖലയുണ്ട്. അവിടെ വരുന്നവർ പെട്ടെന്ന് സൗഖ്യപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയും മുമ്പ് ഒരു വചനം പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഈ നമ്മുടെ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് അനേകരോട് പറയണം. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ഇവിടെ ആൾ കൂടുകയെന്നതിനേക്കാൾ ഈ ദൈവമേഖലയിലേക്ക് ആരെങ്കിലും വരുമ്പം, ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവിടേക്ക് കപ്പലുകൾ വന്നാൽ ആകർഷിക്കപ്പെടുന്നത് പോലെ ഈ ദൈവമേഖലയിലേക്ക് ആരെങ്കിലും ഒക്കെ വരുമ്പം അവരിലേക്ക് അഭിഷേകം വരും. അവിടെ നിങ്ങളൊരു വലിയ നല്ല മനസ്സോടുകൂടി ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ദൈവജനത്തോട് പറയണം. ഒരുമിച്ച് ഹല്ലേലൂയ. ഇന്ന് ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 29-ാം വാക്യം പ്രിയപ്പെട്ട സഹോദരി വായിച്ച് കേൾപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടി നമുക്കൊരു നിയോഗം, കടമ, നിയോഗം എന്നുള്ളൊരു കരം ഉയർത്തിക്കേ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടി നമുക്കൊരു നിയോഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന കരം ഉയർത്തിക്കേ. കടമയുണ്ട്. ഇതൊന്നുമല്ലെന്ന് പറഞ്ഞവര് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, മിണ്ടായിരുന്ന പിന്നെ എളുപ്പമാണല്ലോ, എന്നെ അങ്ങ് നോക്കിയിരിക്കാൻ എളുപ്പമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടി നമുക്കൊരു ഉറക്കെന്ന് പറയാവോ? ആ വാക്കെനിക്ക് കേൾക്കുന്നില്ല. ആർക്കെങ്കിലും പറയാവോ? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, കൃപ. ആർക്കെങ്കിലും ആ വാക്ക് പറയാവോ? അതൊരു പ്രത്യേക വാക്കാ. നമ്മുടെ തലയ്ക്കകത്ത് അത് കയറാത്തോണ്ട് ആരും പറയാത്തത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം നമുക്കുണ്ട് എന്നാ. ഇതൊരു വലിയ അവകാശമാണ്. സഹനം ഒരു അവകാശമായിട്ട് കണ്ടെത്താതെ ക്രിസ്ത്യാനി ഒരിക്കലും ഭൂമിയിൽ സന്തോഷിക്കില്ല. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ വാരിയലിൽ ക്രൂശിത രൂപം കെട്ടിവെച്ചാലും ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ളത് പോലെ ഒരു അവകാശമാണ്. സഹനം ഒരു പോർഷനാണ്. ഈ അമ്മയമ്മേതായി എന്നുള്ള പാട്ട് ഈ മരിയൻ ഒരു ഈറയ്ക്ക് തുടക്കം കുറിക്കാൻ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഭംഗി പോയി. അമ്മയമ്മേതായി എന്നുള്ള പാട്ടാണല്ലോ പിന്നീട് മരിയൻ ഗാനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു കേരളത്തിൽ. ദൈവത്തിന് സ്തുതി. പക്ഷെ ഈ അമ്മയമ്മേതായി എന്നുള്ള ഈ കുഞ്ഞിക്ക പാട്ട്, ഒരു പ്രത്യേക ഭാഷയൊന്നുമില്ലാത്ത പാട്ട് എഴുതിയത് അതിലാണ്. അതിൻ്റെ ആ പാട്ടിലല്ല ഭംഗി, എഴുതിയ സമയമാണ്.
മാരാരിക്കുളത്തുള്ള ഒരു പള്ളിക്കകത്തിരുന്ന് ജീവച്ഛവമായിരുന്ന് ചത്തുകുത്തിയ ദിവസങ്ങളിൽ ചങ്ക് കൊടുവാൾ കൊണ്ട് വെട്ടിക്കീറപ്പെട്ട അവസ്ഥയിൽ മടുക്കാതെ രാത്രി പകലാക്കി ഒരു ദിവസം രാത്രി 1:30-2 മണിക്ക് ആലപ്പുഴയിലെ കുറേ മനുഷ്യരോടൊപ്പം ഇരുന്ന് മടുക്കാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പം പേന എടുക്കാതെ പേപ്പർ എടുക്കാതെ വായിലേക്ക് വെളുപ്പാങ്കാലത്ത് ഈ പാട്ട് വന്നങ്ങ് പറക്കുകയായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടി ഒരു അവകാശം അവകാശപ്പെടുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാര്യം ഒറ്റ കാര്യം പറയാനാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതിനോടൊരു കാനോന, പുതിയ കുർബാനയിൽ ഒരു കാനോന ആഡ് ചെയ്തിട്ടുണ്ട്. യെശയ്യാ ദൈവത്തെ കണ്ട ഭാഗം കൂടെ ചേർത്ത് അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ പറ സ്വർഗവും. വെരി ഗുഡ്, നിങ്ങൾ ഉത്തരം പറഞ്ഞു ഈ പ്രാവശ്യം. ഇനി കുർബാനയുടെ നടുക്കെത്തുമ്പം തേണ്ട കിടക്കുന്നൊരു പാട്ടുണ്ട്. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങോട്ട് പാടി വരുമ്പോ ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. അടുത്ത വാക്ക് ഉറക്കെ പറയുവോ? തേണ്ട കിടക്കുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുർബാനയുടെ നടുക്കെത്തുമ്പോഴും സഭ നമ്മളോട് പറയുന്നു മണ്ണും വിണ്ണും നിറയുന്നു. അടുത്ത വാക്കൂടെ പറയാവോ? എല്ലാവരും പറയാവോ? അപ്പം ഒത്ത നടുക്ക് ഈശോയുടെ തിരുശരീരം മുറിക്കുന്ന സമയത്തും സഭ നമ്മളോട് പറഞ്ഞു തരുന്നു അങ്ങയുടെ മഹത്വത്താൽ മണ്ണും വിണ്ണും നിറയുന്നു. കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ പറയുന്നു ആകാശവും ഭൂമിയും നിറയുന്നു. 2 കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? വിശുദ്ധരെ, നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കുർബാന നാം പഠിച്ചിട്ടില്ല, അത് പഠിപ്പിക്കാൻ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ കുർബാനയുടെ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ ഭൂമിയിലാണ് കരച്ചിലും പിഴിച്ചിലും പിടച്ചിലും ഒക്കെയായി നമ്മൾ കരയുകയാണ്. സർവാധിപനാം കർത്താവെ, എൻ്റെ എല്ലാം അറിയുന്നവനെ, തല ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ, നീ തലതല്ലി കരയുന്നത് എന്തിനായി? പണ്ട് ഈ കവിത പഠിച്ചു വരുന്ന കരമുയർത്താവോ? അപ്പൊ തലതല്ലി കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് കരയാനുണ്ട് നമുക്ക്. പക്ഷേ സമാധാനമൊക്കെ ആശംസിച്ചതിന് ശേഷം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമത്തിന് എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തെ. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കേ, ഞാൻ ചടപടയെന്നാ പറയുന്നത്. ഇതുവരെ ഭൂമിയിൽ നിന്ന മനുഷ്യരോട് സമാധാനം കഴിയുമ്പോൾ അച്ഛൻ പറയുന്നു നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങൾ ഇനി മുതൽ സ്വർഗത്തിലേക്ക് ഒന്ന് കയറിക്കോളൂ. ഭൂമിയിലെ സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടെന്നറിയാം. ഒരുപാട് കരഞ്ഞ മകളെ ലൈല, നീ ഉയരങ്ങളിലേക്കൊന്ന് കയറി വാ. ഉയരങ്ങളിലേക്ക് കയറി വരുമ്പം എൻ്റെ പ്രാഞ്ചി, ഉയരങ്ങളിലേക്ക് എത്തുമ്പം എൻ്റെ ഡേവിസേ, ഉയരങ്ങളിലേക്ക് എത്തുമ്പം നിനക്ക് കാണാൻ പറ്റുന്ന മാലാഖമാര് പറപറക്കുന്നു, ക്രോവേന്മാര് കരം കൂപ്പുന്നു, അഗ്നിമയന്മാര് സ്തുതിക്കുന്നു. യു ആർ ടേക്കൺ ഇൻ ടു എ ഡിവൈൻ മിലിയു. വേറൊരു ദൈവമേഖലയിലേക്ക്, സ്വർഗീയ മേഖലയിലേക്ക് എടുക്കപ്പെടുന്നു. അവിടെ വെച്ച് നമ്മൾ വീണ്ടും പറയുക, ഓ എൻ്റെ ദൈവമേ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവൻ അവനുടെ മഹിമകളാൽ. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു ആകാശമുണ്ട്, നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു വിണ്ണുണ്ട്, നമ്മുടെ എല്ലാം ജീവിതത്തിന് ഭാഗ്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ആകാശ മേലാപ്പുണ്ട്. നക്ഷത്രങ്ങളും നന്മയും പൗർണമിയും ഒക്കെയുള്ള ഒരു ആകാശം, നമുക്കൊരു ഉയർച്ചയുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശമുണ്ട്, ഒരു ഉയർച്ചയും ഒരു നടത്തിപ്പ്, ഒരു അനുഗ്രഹവും. നമുക്കറിയാം, ഒരു നന്മയുണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ പറയും ദൈവമേ സ്തുതി, അബ്രാനെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ജീവിതത്തിന്റെ ആകാശത്തിൽ ഒരുത്തനും പറയാതെ നമ്മൾ പറയും ദൈവാനുഗ്രഹമാണ്, ദൈവത്തിന് സ്തുതി. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ വലതുകരം നെഞ്ചിൽ വയ്ക്കുമോ? നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരു മണ്ണുണ്ട്, ചെളിയും ചലവും ഒഴുകുന്ന ഭൂമിയുണ്ട്, കണ്ണീർ നദിയിൽ കാലു ചവിട്ടി നടക്കുന്ന കരച്ചിലിൻ ദിനങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു
ഭൂമി കൂടിയുണ്ട്. ഒരു താഴ്ച, ചെളിയും ചലവും തണുപ്പുമുള്ള ഒരു ഭൂമി കൂടിയുണ്ട്, ഒരു മണ്ണ് കൂടിയുണ്ട്. ഈ മണ്ണിലും നിന്റെ മഹത്വമാണെന്ന് നമ്മൾ കുർബാനയുടെ നടുക്ക് പറയുക. നമ്മളെ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗീയ ഓർസലയം കാണിക്കുമ്പം സ്വർഗീയ മഹത്വത്തിൽ നിറഞ്ഞു നിന്നിട്ട് നമ്മൾ പറയുക, അപ്പാ എൻ്റെ ജീവിതത്തിൻ്റെ ആകാശത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭൂമിയിലും നിന്റെ മഹത്വം ഞാൻ കാണുന്നു, എല്ലാം അങ്ങ് ക്രമീകരിക്കും. സങ്കീർത്തനം 138:8 എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. പറയുമോ? എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. പറയാവോ? എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം ആരെതിർത്താലും എൻ്റെ കർത്താവ് നിറവേറ്റും, എൻ്റെ കർത്താവ് നിറവേറ്റും. 2 കരങ്ങൾ ഉയർത്തി. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കരങ്ങൾ കൂപ്പി. സങ്കീർത്തനം 138:8 ആരെതിർത്താലും, ആന പിടിച്ചാലും, ആകാശം അടഞ്ഞാലും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിശ്ചയം ദൈവം തന്നെ നിറവേറ്റും. And our God shall take the initiative. ദൈവം നമുക്ക് വേണ്ടി ഒരു മുൻകൈ എടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരു മുൻകൈ എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പോകും വഴിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഹബക്കുക്ക് 1:5 പറഞ്ഞുകൊണ്ട് പോകണം. ഈ നടവഴികൾ ഇറങ്ങി നിങ്ങളുടെ വീടുകളിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടപ്പുറപ്പുകളെ, നിങ്ങൾ ഇങ്ങനെ പറയണം: ജനതകളുടെ ഇടയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊള്ളുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ ഒരു വചനമായി എന്നെ 15 വർഷമായി പിടിച്ചു നിർത്തുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ശാലോമിൽ പറഞ്ഞ ഈ വചനമാണ്. ഒരു കണ്ണീരിൻ്റെ നടുവിൽ പറഞ്ഞ വചനം ഇന്ന് കേരളം മുഴുവൻ പരന്നിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊള്ളുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യും. ഹബക്കുക്ക് 1:5. ഹബക്കുക്ക് 1:5. വീട്ടിൽ പോയി നിങ്ങൾ ഈ ഹബക്കുക്ക് 1:5 വായിക്കണം. ഹബക്കുക്ക് 1:5. സങ്കീർത്തനം 138:8. ഹബക്കുക്ക് 1:5. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയണം: എൻ്റെ ആകാശത്തിലും എൻ്റെ മണ്ണിലും എൻ്റെ ഭൂമിയിലും നിന്റെ മഹത്വമുണ്ട്. ഞാൻ തളർന്നു പോകുകയില്ല. സങ്കീർത്തനം 138:8 എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം എൻ്റെ അപ്പൻ നിറവേറ്റും. ആമേൻ.